ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഫിഷറീസ് വകുപ്പിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം HDSന് കീഴിൽ 1 വർഷത്തേക്ക് റേഡിയോഗ്രാഫർ ട്രെയിനിയെ നിയമിക്കുന്നുണ്ട്. 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത DRD അല്ലെങ്കിൽ DRRD ആണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 35 വയസ്സ് വരെയാണ്. മാസം 5000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 19 രാവിലെ 11:30 IMCH സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. അടുത്തത് മലപ്പുറം ജില്ലയിൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം സെപ്റ്റംബർ 16 രാവിലെ 10 മണിക്ക് വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. DME അപ്രൂവ്ഡ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി യോഗ്യതയുള്ള കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷിക്കാം. സർക്കാർ അല്ലെങ്കിൽ അംഗീകൃത ആശുപത്രികളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. അപേക്ഷകർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. യോഗ്യരായവർ അസൽ രേഖകളുമായി അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള നിലമ്പൂർ വെളിയന്തോട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കരാറടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള അഭിമുഖം സെപ്റ്റംബർ 15 ഉച്ചയ്ക്ക് 12 മണിക്ക് നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കും. അതാത് ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ VHSC കോഴ്സ് ഇവയിൽ ഏതെങ്കിലും പാസ്സായിരിക്കണം. കൂടാതെ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, ജാതി എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള ഫിഷറീസ് വകുപ്പ് ആലപ്പുഴ ജില്ലയിൽ താൽക്കാലികമായി പ്രോജക്റ്റ് കോർഡിനേറ്ററെയും ഫിഷറി ഗാർഡിനെയും നിയമിക്കുന്നുണ്ട്. വേമ്പനാട് കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻ ഇൻലാൻഡ് അക്വാറ്റിക് എക്കോസിസ്റ്റം പ്രോജക്റ്റ് 2025-26 എന്ന ഘടക പദ്ധതിയുടെ നിർവഹണത്തിൻ്റെ ഭാഗമായാണ് നിയമനം. പ്രോജക്റ്റ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഫിഷറീസ് സയൻസിൽ ബിരുദമോ അല്ലെങ്കിൽ ഫിഷറീസ് അല്ലെങ്കിൽ അക്വാകൾച്ചർ വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദമോ ആണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഫിഷറി ഗാർഡ് തസ്തികയിലേക്ക് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടതും ഏതെങ്കിലും ഫിഷറീസ് വിഷയത്തിൽ VHSC അല്ലെങ്കിൽ HSC അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള മോട്ടോറൈസ്ഡ് ഫിഷിംഗ് ബോട്ട് പ്രവർത്തിപ്പിക്കാൻ പ്രാവീണ്യമുള്ള 2 മിനിറ്റിൽ 100 മീറ്റർ ദൂരം നീന്താൻ കഴിവുള്ളവരുമായ 18-നും 45-നും മധ്യപ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. സമാന തസ്തികയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം വെള്ളപ്പേപ്പറിൽ അപേക്ഷ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, ആലപ്പുഴയ്ക്ക് തപാൽ മാർഗമോ നേരിട്ടോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ലഭ്യമാക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 20 വൈകിട്ട് 4 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം മേഖലയുടെ പരിധിയിലുള്ള ഉദയംപേരൂർ, തൃശൂർ എന്നീ ഫിഷറീസ് ഓഫീസുകളിൽ കോർഡിനേറ്റർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. 1 ഒഴിവ് വീതമാണ് വന്നിട്ടുള്ളത്. അപേക്ഷകർ 20-നും 36-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ 17 രാവിലെ 10 മണിക്ക് എറണാകുളം റീജിയണൽ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഫിഷറീസ് ഓഫീസ് കോംപ്ലക്സ്, ഡോക്ടർ സലീം അലി റോഡ്, ഹൈക്കോടതിക്ക് സമീപം, എറണാകുളം നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ അസൽ രേഖകൾ സഹിതം ഹാജരാകാവുന്നതാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകർ ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അടുത്തത് എറണാകുളം ജില്ലയിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീനിയർ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 15 ഉച്ചയ്ക്ക് 1:30 അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി, മുളങ്കുന്നത്തുകാവ് വനിതാ ഹോസ്റ്റലുകളിൽ വിവിധ തസ്തികകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. മുളങ്കുന്നത്തുകാവ് ഹോസ്റ്റൽ
ഹോസ്റ്റലിൽ മേട്രൺ തസ്തികയിൽ 10,000 രൂപ വേതനാടിസ്ഥാനത്തിലും പുല്ലഴി ഹോസ്റ്റലിലേക്ക് 5,500 രൂപ വേതനത്തിൽ വാർഡൻ തസ്തികയിലേക്കും 6,000 രൂപ വേതനത്തിൽ പുരുഷ വിഭാഗത്തിൽപ്പെട്ടവർക്കായി വാച്ച്മാൻ തസ്തികയിലേക്കുമാണ് നിയമനം നടത്തുന്നത്. പ്രദേശവാസികൾക്ക് മുൻഗണനയുണ്ടായിരിക്കും. വിശദ വിവരങ്ങൾക്ക് അയ്യന്തോളിലുള്ള കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 17 വരെയാണ്. അടുത്തത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ KMM ഗവൺമെൻറ് IT വനിതാ ഹോസ്റ്റലിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വാർഡൻ നിയമനം നടത്തുന്നുണ്ട്. തദ്ദേശവാസികൾക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ള വനിതകൾ സെപ്റ്റംബർ 15 രാവിലെ 11 മണിക്ക് ITIൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.